ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പറയുന്ന ടോപ്പിക്ക് ടൈം കീപ്പിംഗ് എന്ന ടോപ്പിക്കാണ്. ലേബറുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനിയിൽ ടൈം കീപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് എംപ്ലോയീസിൻ്റെ അറ്റൻഡൻസ് രേഖപ്പെടുന്ന മെത്തേഡിനാണ് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നത്, അതുപോലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടൈം കീപ്പിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ മീനിങ് നോക്കാം. വാട്ട് ഈസ് ടൈം കീപ്പിംഗ്? The process of recording the time of arrival and departure of a worker is known as the time keeping. The time of arrival and departure of a worker in a company. Okay. In large enterprises, there is a separate department called timekeeping department. It is controlled by the timekeepers. Timekeeping is the recording of the time of workers for the purpose of attendance and wage കാൽക്കുലേഷൻസ്. ഓക്കെ. അപ്പോൾ ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയീസിൻ്റെ കൺസേൺ ഒരു എംപ്ലോയീസിൻ്റെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്ന അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യുന്ന മെത്തേഡിനാണ് പറയുന്നതാണ് എന്ത് പറയുക, ടൈം കീപ്പിംഗ് എന്ന് പറയപ്പെടുന്നത്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദി ടൈം ഓഫ് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് എ വർക്കേഴ്സ് ഈസ് നോൺ ആസ് ദി ടൈം കീപ്പിംഗ്. ഓക്കെ. സാധാരണ കേസിൽ വലിയ ബിസിനസ് കൺസേൺ കേസിലാണ് സെപ്പറേറ്റ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വർക്കേഴ്സിൻ്റെ വേജ് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്, അറ്റൻഡൻസും അതോടൊപ്പം തന്നെ വേജ് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടൈം കീപ്പിംഗ് എന്ന പ്രോസസ്സ് നടത്തപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. അതിലെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ടു ഫെസിലിറ്റേറ്റ് പ്രിപ്പറേഷൻ ഓഫ് പേറോൾ, അല്ലേ, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് എ ടൈം റേറ്റ് സിസ്റ്റം, അല്ലേ. ഇറ്റ് ഈസ് കമ്പൾസറി ടു record the attendance of the workers. Okay, in case of time rate system, the payment may be based on hourly rate or per day basis or monthly basis. In such a case, then the attendance of the workers should be recorded. Then second one, to meet statutory requirements, that is, it is compulsory to record the details of the workers in the factory every day. The next one, to maintain discipline in attendance, അല്ലേ, വർക്കേഴ്സ് അവർക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം. അതാണ് വർക്കേഴ്സ് ടൈം വരികയും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, വർക്ക് എൻഗേജ് ചെയ്യുകയും ചെയ്യണം, അല്ലേ. അതർവൈസ് എന്താണ്, ഇൻഡിസിപ്ലിൻ ഉണ്ടാവും, അല്ലെ, ഏതെങ്കിലും സമയത്ത് വന്നിട്ട് ഏതെങ്കിലും സമയത്ത് വർക്കേഴ്സ് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതപ്പോൾ എന്ത് ചെയ്യുക, അറ്റൻഡൻസ് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യാറുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. നോട്ട് ടു മെയിൻറ്റെയിൻ ദി ഡിസിപ്ലിൻ ഇൻ ദി കൺസേൺ. ദെൻ ടു കാൽക്കുലേറ്റ് ഓവർ ടൈം, നമ്മൾ പറഞ്ഞതാണ് ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്, ഓവർ ടൈം എത്ര അവേഴ്സ് വർക്ക് ചെയ്യുന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, മെമ്പേഴ്സിൻ്റെ അറ്റൻഡൻസ് രേഖപ്പെടുത്തണം. ദെൻ ടു കൺട്രോൾ ലേബർ കോസ്റ്റ്, അല്ലേ, വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി അവർ കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ടു കൺട്രോൾ ദി റെഡ്യൂസ് ദി കോസ്റ്റ്, അല്ലേ. ദെൻ ആസ് എ ലേബർ ഇസ് വൺ ഓഫ് ദി എലമെൻറ്റ് ഓഫ് കോസ്റ്റ്, ദെൻ ദിസ് മെയിൻ്റെനൻസ് ഓഫ് ദി ഡിസിപ്ലിൻ ആസ് വെൽ ആസ് ദ റെക്കോർഡിംഗ് ഓഫ് ദി അറ്റൻഡൻസ് ഓഫ് ദി വർക്കേഴ്സ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദി ടോട്ടൽ കോസ്റ്റ്. Then to introduce incentive plans, നമ്മൾ പറഞ്ഞു, as a part of the Rowan plan or Halsey premium plan or a tireless differential piece rate system also. Then in such cases, then the time engaged by the workers should be recorded. Okay. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ടൈം കീപ്പിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ഓർമ്മിച്ച് വെക്കുക. ആൻഡ് മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ്, ദർ ആർ മെയിൻലി 2 മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ്. സാധാരണ എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് ടൈം കീപ്പിംഗ് ആൻഡ് വാട്ട് ആർ ദി മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് നമ്മൾ ടോപ്പിക്ക് പറയാനുള്ളത് ടൈം ബുക്കിങ്ങിൽ പറയും. അതുപോലെ വാട്ട് ഈസ് ടൈം ബുക്കിംഗ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ടൈം ബുക്കിംഗ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ് എന്ന ടോപ്പിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഇവിടെ നോക്കാം, വാട്ട് ആർ ദി മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ്. ദർ ആർ 2 മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ്, മാനുവൽ മെത്തേഡ്സ് ആൻഡ് മെക്കാനിക്കൽ മെത്തേഡ്സ്. 2 രീതിയിലാണ് അറ്റൻഡൻസ് രേഖപ്പെടുത്തുക. നമുക്ക് സാധാരണ ഫെമിലിയർ ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെയാണ് എന്ത് ചെയ്യുക, അറ്റൻഡൻസ് രേഖപ്പെടുത്തുക. ഒന്ന് മാനുവൽ മെത്തേഡ്, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, മെക്കാനിക്കൽ മെത്തേഡ്. അല്ലെ, മാനുവൽ മെത്തേഡ് നമുക്കറിയാം, അതാണ് അറ്റൻഡൻസ് രജിസ്റ്റർ, അല്ലേ. അറ്റൻഡൻസ് രജിസ്റ്റർ നമ്മൾ സാധാരണ കാണുന്നതാണ് അറ്റൻഡൻസ് രജിസ്റ്റർ. അതോടൊപ്പം മെക്കാനിക്കൽ മെത്തേഡ് ആകുമ്പോൾ പഞ്ചിങ് മെത്തേഡ് ഒക്കെയാണ് എന്ത് ചെയ്യുക, സാധാരണ കേസിന് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം ഇവിടെയൊക്കെ ഏതൊക്കെ മെത്തേഡ്സാണ് പറയുന്നതെന്ന്. അപ്പോൾ അതിലെ ഫസ്റ്റ് കേസ് നോക്കാം. മാനുവൽ മെത്തേഡ്സ് ആറ് അറ്റൻഡൻസ് രജിസ്റ്റർ മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഡിസ്ക് ഓർ ടോക്കൺ മെത്തേഡ്. ഓക്കെ. മാനുവൽ മെത്തേഡ് 2 പറയുന്നത്. ഒന്ന് അറ്റൻഡൻസ് രജിസ്റ്റർ മെത്തേഡും രണ്ടാമത്തേത് ഡിസ്ക് ഓർ ടോക്കൺ മെത്തേഡും. അപ്പോൾ അതിലെ ഫസ്റ്റ് കേസ് നോക്കാം. അറ്റൻഡൻസ് രജിസ്റ്റർ മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ആൻ അറ്റൻഡൻസ് രജിസ്റ്റർ ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ റെക്കോർഡിംഗ് ദി അറ്റൻഡൻസ് time
It is usually kept at the office or in each department where workers are working. In the register, there are two separate columns. One is in and other one is the out, corresponding to the name of each employees. When a worker enters at the gate, he records the time, and when he goes out, he records the departure time. It is the one of the oldest method of recording attendance. Okay, ഇപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് സാധാരണ നമ്മൾ ഫെമിലിയർ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ട്രഡീഷണൽ ആയിട്ടൊരു മെത്തേഡ്സ് ആണെന്ന് പറയാം അറ്റൻഡൻസ്. രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ ഉണ്ടാവും എംപ്ലോയീസിൽ, അത് എന്ത് ചെയ്യുക, ഇന്നും ഔട്ടും രേഖപ്പെടുത്താനുള്ള എംപ്ലോയീസിൻ്റെ അറൈവലിൻ്റെ സമയത്ത് ഇന്ന് സൈൻ ചെയ്യും, അല്ലെ ടൈം രേഖപ്പെടുത്തും. അവിടെ ഡിപ്പാർച്ചറിൻ്റെ ടൈം എന്ത് ചെയ്യും, ഔട്ട് എന്ന കോളത്തിൽ അത് ടൈം രേഖപ്പെടുത്തും, അല്ലെ അറ്റൻഡൻസ് സൈൻ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മെത്തേഡ്. ദെൻ and the merit of this method are, it is simple to maintain, suitable for small concerns, and it is inexpensive and commonly found in government departments. Okay, and some demerits are, it is not suitable for large concern. It may lead to dishonest practices. Workers may record wrong time. It create problems when all workers rush at a time. അങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതാണ് ലാർജ് കൺസേൺ സ്യൂട്ടബിൾ അല്ല. അതോടൊപ്പം എന്ത് ചെയ്യുകയാണ്, ഡിസോണസ്റ്റ് പ്രാക്ടീസ് സാധ്യതയുണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യുക, ടൈം മാറ്റി എഴുതാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, അല്ലേ. 9 o'clock എംപ്ലോയീസ് ചിലപ്പോൾ എന്ത് ചെയ്യുക 8:30 ഒക്കെ എഴുതാനുള്ള സാധ്യതയുണ്ട്. ഡിസോണസ്റ്റ് പ്രാക്ടീസിനുള്ള സാധ്യതയുണ്ട്. റോങ് ടൈമൊക്കെ എഴുതാനുള്ള സാധ്യതകളുണ്ട്. ദെൻ അതുപോലെ എന്ത് ചെയ്യാണ്, വർക്കേഴ്സ് എല്ലാം ഒരേ സമയത്ത് വരുമ്പോൾ എന്ത് ചെയ്യുക, അവിടെ റഷ് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, അല്ലേ. അവിടെയൊക്കെ ടൈം ആഡിൽ ടൈമായി മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡിമെറിറ്റ്സ് ഈ അറ്റൻഡൻസ് രജിസ്റ്റർ മെത്തേഡിന് ഉണ്ട്. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം, ടോക്കൺ ഓർ ഡിസ്ക് മെത്തേഡ്. ഡിസ്ക് ഓർ ടോക്കൺ മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് സെപ്പറേറ്റ് മെറ്റൽ ഡിസ്ക് ഈസ് അലോട്ടഡ് ടു ഈച്ച് വർക്കേഴ്സ്. ഓരോ വർക്കേഴ്സിനും അവരൊരു നമ്പർ ഉള്ള ഒരു ടോക്കൺ കൊടുത്തിട്ടുണ്ടാവും. ദ മെറ്റൽ ഡിസ്ക് ബിയർ ദി ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓഫ് ദി എംപ്ലോയീസ്. ദീസ് മെറ്റൽ ഡിസ്ക് ഓർ ടോക്കൺ ആർ പ്ലേസ്ഡ് ഓൺ ദി ഹൂക്ക് ഓൺ ദി ബോർഡ് കെപ്റ്റ് ഐദർ അറ്റ് ദി ഫാക്ടറി ഗേറ്റ് ഓർ അറ്റ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എൻട്രൻസ്. അല്ല, നമുക്ക് പിന്നെ തൂക്കിയിട്ടുണ്ടാവും. ഏതാണ് ഒരു ഐഡൻറ്റി കാർഡ്. നമ്മളിപ്പോൾ ഈ KSF-ലൊക്കെ ചിട്ടി ഒക്കെ നമുക്ക് നോക്കി അറിയാം, അല്ലേ. അവർ ലോട്ടിട്ടെടുക്കുക, ഓരോന്നിനും ഓരോ ടോക്കണാണ്, അല്ലേ. ടോക്കണാണ്, ഒരു ബോർഡിൽ ടോക്കൺ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. അത് നമ്പർ അനുസരിച്ചാണ് എന്ത് ചെയ്യുക, അവർ ലോട്ടെടുക്കാൻ വേണ്ടി അതിൽ നിന്ന് എടുക്കുക, അല്ലേ. അതേപോലെ എന്ത് ചെയ്യും, എംപ്ലോയീസിൻ്റെ വർക്കേഴ്സിൻ്റെ ഐഡൻറ്റിഫിക്കേഷനുള്ള ഒരു ഡിസ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ടോക്കൺ ഉണ്ടാവും. അത് ഫാക്ടറി ഗേറ്റിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൻ്റെ ഓഫീസിൽ എന്ത് ഉണ്ടാവും, അതൊരു ബോർഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. വെനെവർ ദ വർക്കേഴ്സ് എൻറ്റേഴ്സ് ദ ഫാക്ടറി ഗേറ്റ്, ഹി ഹാസ് ടു ടേക്ക് ദ ടോക്കൺ ബിയർ ഹിസ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ആൻഡ് പുട്ട് ഇൻ ടു ദി ബോക്സ് കെപ്റ്റ് ഫോർ ദി purpose. After a short while of the scheduled time of the factory, the original tray is removed and another tray is kept. This purpose is to identify the latecomers. Okay, and this tray is also removed at the maximum late time. Now the disk or token still left at the board represent the absentee workers. Okay, ഓരോ വർക്കേഴ്സ് വരുമ്പോൾ ബോർഡിൽ നിന്ന് അയാളുടെ ടോക്കൺ എടുക്കുക, ഒരു ട്രേയിൽ ഇടുക. അതിന് അതുപോലെ എന്ത് ചെയ്യുക, ആക്ച്വൽ ടൈം കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ട്രേ മാറ്റും. അതിനുശേഷം എന്ത് ചെയ്യും, മറ്റൊരു ട്രേ വെക്കും. ഇപ്പോൾ മാക്സിമം ലേറ്റ് ടൈം ഇപ്പോൾ 15 മിനിറ്റ്സ്, അല്ലേ. അല്ലെങ്കിൽ ഒരു ഗ്രേസ് പീരീഡ്, ഒരു ഗ്രേസ് ടൈം കൊടുക്കാറുണ്ട്. ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ഒക്കെ ഗ്രേസ് ടൈം കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യും, മറ്റൊരു ട്രേ വെക്കും. ദെൻ ആ ഗ്രേസ് ടൈം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ട്രേ ഒക്കെ റിമൂവ് ചെയ്യും. ദെൻ അതിന് ടോക്കൺ, ബോർഡിൽ ടോക്കൺ ഉള്ള ദാറ്റ് മീൻസ് ദ ആബ്സെൻറ്റി വർക്കേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് അനദർ ട്രഡീഷണൽ method of recording attendance. Okay, and this has also some advantages, merits. It is simple to operate, then it is economical, better than attendance register. സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ടോക്കൺ ജസ്റ്റ് പ്ലേസ് ചെയ്യുന്നേ ഉള്ളൂ. ദെൻ സ്യൂട്ടബിൾ ടു ഇല്ലിറ്ററേറ്റ് വർക്കേഴ്സ്. ഇല്ലിറ്ററേറ്റ് വർക്കേഴ്സിന് ഇത് യൂസ് ചെയ്യാം. suitable for small organization. Okay, and it has some demerits, not suitable for large organization. It involves more clerical works to prepare attendance register with the help of the token or disk. അല്ലെ, ഇപ്പോൾ എന്ത് ചെയ്യണം, ടോക്കൺ പ്ലേസ് ചെയ്യാൻ എന്ത് ചെയ്യുക, അതനുസരിച്ച് എന്ത് ചെയ്യണം, അറ്റൻഡൻസ് രജിസ്റ്റർ രേഖപ്പെടുത്തണം. ഇതെന്താണ്, അറ്റൻഡൻസിൻ്റെ വർക്കേഴ്സിൻ്റെ അറ്റൻഡൻസ് എന്ത് ചെയ്യണം, റെക്കോർഡ് സെപ്പറേറ്റ് എംപ്ലോയീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്ലറിക്കൽ വർക്കുകൾ കൂടാനുള്ള സാധ്യതയുണ്ട് ഇതിൽ. അപ്പോൾ രണ്ട് മെത്തേഡാണ് എന്ത് ചെയ്യുക, മാനുവൽ മെത്തേഡായിട്ട് വരുന്നത് അറ്റൻഡൻസ് രജിസ്റ്റർ മെത്തേഡും ഡിസ്കോ ടോക്കൺ മെത്തേഡും. അതിൻ്റെ നെക്സ്റ്റ് രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് പോകാം നമുക്ക്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇത് പറയുന്നത് മെക്കാനിക്കൽ മെത്തേഡ്. മെക്കാനിക്കൽ മെത്തേഡിൽ ഒന്ന് ടൈം റെക്കോർഡിംഗ് ക്ലോക്ക്, രണ്ടാമത്തത് ഡയൽ റെക്കോർഡർ മെത്തേഡ്, മൂന്നാമത്തത്
കീ റെക്കോർഡർ, നെക്സ്റ്റ് വൺ പഞ്ചിങ് മെത്തേഡ്. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡ് എന്താ പറയുക, മെക്കാനിക്കൽ മെത്തേഡായിട്ട് 4 മെത്തേഡ്സാണ് ഇവിടെ മെയിനായിട്ടും പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ മെത്തേഡ്സ് നമുക്ക് നോക്കാം. ആദ്യത്തെ കേസ് പറയുന്നത് ടൈം റെക്കോർഡിംഗ് ക്ലോക്കാണ്. ടൈം റെക്കോർഡിംഗ് ക്ലോക്ക്. ഹിയർ ദ ടൈം ഓഫ് എൻട്രി ആൻഡ് ദ ടൈം ഓഫ് ഡിപ്പാർച്ചർ ഓഫ് എ വർക്കർ ഈസ് റെക്കോർഡഡ് ഓൺ ദി വർക്കേഴ്സ് കാർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ടൈം റെക്കോർഡിംഗ് ക്ലോക്ക്. ഈച്ച് വർക്കർ ഹാസ് എ കാർഡ്. The card contains the name of the worker, number and department with columns for the recording the in and out of each day of the week. These cards are kept in a box in the serial order. A time recording clock is kept at the department entrance. On arrival, the workers take his card from the box and place the card at the right place for recording his time. Then he places the card in another box and goes to the workplace. Again, the card is inserted at the time of departure to record the departure time. It records time in read in for those who come late. അപ്പോൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാർഡാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ATM കാർഡ് അല്ല മറ്റെന്ത് ചെയ്യുക, അതിലൊരു കാർഡാണ്. എന്ത് ചെയ്യുക, ഓരോ എംപ്ലോയീസിനും ഓരോ കാർഡ് ഉണ്ടാവും. എന്ത് ചെയ്യുക, വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, കാർഡ് എടുക്കുക, മെഷീനിൽ പ്ലേസ് ചെയ്യുക. മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ആ കാർഡ് മെഷീൻ എന്ത് ചെയ്യും, ടൈം ആ കാർഡിൽ റെക്കോർഡ് ചെയ്യും. അതേപോലെ തന്നെ ഡിപ്പാർച്ചർ ടൈമിന് എന്ത് ചെയ്യുക, ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ആ കാർഡിൽ ഓരോ ദിവസത്തെയും വന്ന സമയവും ടൈം ഓഫ് അറൈവലും ടൈം ഓഫ് ഡിപ്പാർച്ചറും ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ റെക്കോർഡ് ചെയ്യും. ദെൻ രണ്ടാമത്തെ മെത്തേഡ് ഡയൽ റെക്കോർഡർ മെത്തേഡ്. ഡയൽ റെക്കോർഡർ മെത്തേഡ്. നമ്മൾ ആദ്യ മെത്തേഡ് പറഞ്ഞ് ടൈം റെക്കോർഡിംഗ് ക്ലോക്കാണ്. രണ്ടാമത്തേത് ഡയൽ റെക്കോർഡർ മെത്തേഡ്. അപ്പോൾ ഇതിൽ ദിസ് റെക്കോർഡർ ഹാസ് എ ക്ലോക്ക് ഫേസ് വിത്ത് സെവറൽ ഹോൾസ് അറൗണ്ട് ഇറ്റ്. വർക്കേഴ്സ് ആർ അലോട്ടഡ് ക്ലോക്ക് നമ്പേഴ്സ്. ദ വർക്കേഴ്സ് ഓപ്പറേറ്റ് ഹിസ് മെഷീൻ ബൈ റിവോൾവിംഗ് ദ ഹാൻഡിൽ അറൗണ്ട് ദി നമ്പേർഡ് ഡയൽ until the desired number is reached, and then they press it into the hole allotted to him. Okay, his time is automatically recorded on a roll of paper within the machine against the clock number. The arrival time and departure time is thus entered in the sheet, and the number of hours worked can also be റെക്കോർഡഡ്. അപ്പോൾ എന്ത് ചെയ്യാം, അതായത് ഒരു ക്ലോക്ക് ഫേസ്, സാധാരണ ഒരു ക്ലോക്ക് പോലെയുള്ള ഒരു എന്ത് ചെയ്യുക, ഒരു മെഷീനാണ്. ദ വർക്കേഴ്സ് ഓപ്പറേറ്റ് ദിസ് മെഷീൻ ബൈ റിവോൾവിംഗ് ദ ഹാൻഡിൽ അറൗണ്ട് ദി നമ്പേർഡ് ഡയൽ അണ്ടിൽ ദ ഡിസൈഡ് നമ്പർ ഇസ് റീച്ച്ഡ് ആൻഡ് ദെൻ പ്രസ് ഇറ്റ് ഇൻ ടു ദി ഹോൾ അലോട്ടഡ് ടു ഹിം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ക്ലോക്ക് ഫേസ്ഡ് മെഷീനിൽ ഓരോ വർക്കേഴ്സിനും ഓരോ നമ്പേഴ്സ് അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഹാൻഡിൽ റിവോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഹാൻഡിൽ തിരിച്ച് എന്ത് ചെയ്യുക, ആ കൺസേൺഡ് ഓരോ വർക്കേഴ്സിൻ്റെയും കൺസേൺഡ് ഹോളിൽ എന്ത് ചെയ്യുക, വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുക, ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അറ്റൻഡൻസ് ടൈം ആ മെഷീനിനുള്ളിൽ രേഖപ്പെടുത്തും. അതേപോലെ തന്നെ ഡിപ്പാർച്ചർ ടൈമിനും രേഖപ്പെടുത്തും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുക, ടൈം ഓഫ് അറൈവലും ഡിപ്പാർച്ചറും മെഷീനിൽ ഓട്ടോമാറ്റിക്കായിട്ടും രേഖപ്പെടുത്തും. നമ്മൾ പഞ്ച് ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, ഇവിടെ നമ്മൾ പഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ തമ്പ് ഇംപ്രഷൻ കൊണ്ടാണ് ചെയ്യുന്നത്, തമ്പ് കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ഒരു മെഷീനാണ്. മെഷീൻ നമ്മൾ എന്ത് ചെയ്യുക, ഹാൻഡിൽ റിവോൾവ് ചെയ്ത്, ഇതൊക്കെ വളരെ ട്രഡീഷണൽ മെത്തേഡ്സാണ്, ഇപ്പോഴൊന്നും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡേ അല്ല. അപ്പോൾ ആ രീതിയിലുള്ള ടൈം റെക്കോർഡിംഗ് സിസ്റ്റവും ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ കീ റെക്കോർഡർ. ഇതേപോലെ തന്നെയുള്ള മറ്റൊരു മെത്തേഡാണ് കീ റെക്കോർഡർ. ഇൻ ദിസ് മെക്കാനിസം ദർ ആർ സെവറൽ കീസ്. ഈച്ച് കീ ഹാസ് എ ടിക്കറ്റ് നമ്പർ ഓഫ് ദി വർക്കർ. When a worker enters the factory, he inserts the key in the particular keyhole and give a turn. The ticket number and clock time is automatically recorded on a sheet of paper. Key recorder. അതായത് ഓരോ വർക്കേഴ്സിന് ഓരോ കീ നമ്പേർഡ് കീ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, വർക്കേഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യാം, ആ കീ എന്ത് ചെയ്യുക, കീ ഹോൾസിൽ ഇടുക, എന്ത് ചെയ്യുക, ഒന്ന് തിരിക്കുക, ടേൺ ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ടും ടൈം ആ വർക്കേഴ്സിൻ്റെ ടൈം മെഷീനിൽ രേഖപ്പെടുത്തും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ പഞ്ചിങ് മെത്തേഡ് ഓർ പഞ്ചിങ് മെഷീൻസ്. നമുക്കറിയാമല്ലോ, കാർഡ് യൂസ് ചെയ്തിട്ട് പിന്നെ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടാവാം, അല്ല എന്ത് ചെയ്യുക, ഡയറക്റ്റ് തമ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഷീൻസാണ് എന്ത് പറയുക, പഞ്ചിങ് മെഷീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ദിവസം നമ്മൾ എന്ത് ചെയ്യുക, തമ്പ് ഇംപ്രഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ്, തമ്പ് സ്കാൻ ചെയ്തായിരിക്കും എന്താണ് ഫിംഗർ പ്രിൻറ്റ് സ്കാൻ ചെയ്ത് ഓൾറെഡി സ്കാൻ ചെയ്ത്
അതിൽ റെക്കോർഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, വർക്കേഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യുക, തമ്പ് വെക്കുക, ഓട്ടോമാറ്റിക്കായിട്ടും അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യും. അതുപോലെ ഡിപ്പാർച്ചർ ടൈമിനും എന്ത് ചെയ്യുക, തമ്പ് പ്രസ് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ടും പഞ്ച് മെഷീന് ടൈം റെക്കോർഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക 4 മെത്തേഡ്സാണ് പറയുന്നത്. ഇത് മെക്കാനിക്കൽ മെത്തേഡിൽ 1 ടൈം റെക്കോർഡിംഗ് ക്ലോക്ക്, 2 ഡയൽ റെക്കോർഡർ, 3 കീ റെക്കോർഡർ, 4 പഞ്ചിങ് മെഷീൻസ്. ഓക്കെ, ഇപ്പോൾ 2 മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിങ്ങിൽ 1 മാനുവൽ മെത്തേഡും രണ്ടാമത്തേത് മെക്കാനിക്കൽ മെത്തേഡുമാണ്. ഓക്കെ, ഇനി മെക്കാനിക്കൽ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് കൊണ്ട് ജസ്റ്റ് നോക്കാം. അതിൽ പറയുന്നത് 1 ഗീവ് കറക്റ്റ് റെക്കോർഡ് ഓഫ് ദി വർക്കേഴ്സ് അറ്റൻഡൻസ് ടൈം. അല്ല, അതിൽ മാൻ പ്രാക്ടീസ് ഉണ്ടാകാൻ സാധ്യതയില്ല. അതാണ് മെഷീനാണ് റെക്കോർഡ് ചെയ്യുന്നത്. കറക്റ്റ് ടൈം കിട്ടും. ആൻഡ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ നോർമൽ ടൈം, ലേറ്റ് ടൈം, ഏർലി ടൈം ആൻഡ് ഓവർ ടൈം. അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്നും ഇപ്പോൾ പഞ്ചിങ് മെഷീൻ്റെ കേസിൽ അതാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ദെൻ കാൽക്കുലേഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കതിൽ നിന്നും കിട്ടും. അല്ലെ, ഓവർ ടൈം, ലേറ്റ് ടൈം എല്ലാം നമുക്കതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി അതിൽ നെക്സ്റ്റ് 3ാമത്തെ കേസ് പറയുന്നത് റെഡ്യൂസ് ദി പോസിബിലിറ്റി ഓഫ് ദി ഇൻക്ലൂഷൻ ഓഫ് ദി ഡമ്മി വർക്കേഴ്സ് ഇൻ ദി പേറോൾ. അല്ലേ, നമ്മൾ ഫാക്ടറിയിൽ നമുക്ക് സാധ്യതയുള്ള മറ്റൊരു ഫ്രോഡ് പ്രോസസ്സാണ് എന്ത് ചെയ്യുക, ഡമ്മി വർക്കേഴ്സിനെ കാണിക്കുക. ഇല്ലാത്ത വർക്കേഴ്സിൻ്റെ പേരിൽ എന്ത് ചെയ്യുക, വേജസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ള മാൽ പ്രാക്ടീസ് നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മെക്കാനിക്കൽ മെഷീൻസ് ആകുമ്പോൾ എന്ത് ചെയ്യുക, ഡമ്മി വർക്കേഴ്സിനൊക്കെ ഉള്ള പോസിബിലിറ്റി കുറയും. നെക്സ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് ദി പേറോൾ ഈസ് വെരി ഈസി ആൻഡ് ഇറ്റ് സേവ് ദി ടൈം. ആൻഡ് സം ഡിസഡ്വാൻറ്റേജസ് ആർ ഹെവി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് റിക്വയർഡ്. അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വേണം മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ. ദെൻ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ഇസ് ഹൈ. ഓപ്പറേഷൻ കോസ്റ്റും ആവും. ആ മെയിൻ്റനൻസ് വേണം. എന്ത് ചെയ്യണം, അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യണം. അറ്റൻഡൻസ് കാൽക്കുലേഷൻ അല്ലെ മാനുവലായിട്ട് കാൽക്കുലേഷൻ പേറോളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, മറ്റ് മാനുവലായിട്ടുള്ള ദെൻ എക്സ്പെൻസൊക്കെ വരും. അല്ലെ, കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ആവശ്യമാണ് ഇതിന്. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് ദി മെഷീൻസ് ഡു നോട്ട് വർക്ക് ദർ വിൽ ബി ഡിസ്ലൊക്കേഷൻ. അതുപോലെ മെഷീൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, പഞ്ച് മെഷീൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ടും ദെൻ വർക്കേഴ്സ് റെക്കോർഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ ഇല്ല. അല്ല, അങ്ങനെയുള്ള ചില കേസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദിസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ദി മെക്കാനിക്കൽ മെത്തേഡ്. ഇപ്പോൾ ഓർമ്മിക്കുക, ഇവിടെ നമ്മൾ ഇന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വാട്ട് ഈസ് ടൈം കീപ്പിംഗ് ആൻഡ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടൈം കീപ്പിംഗ് ആസ് വെൽ ആസ് ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ്. ഓക്കെ.